ഇന്ന് ഞാൻ ഉണ്ടാക്കിയിരിക്കുന്ന നല്ല അടിപൊളിയായിട്ടുള്ള ഒരു ഹെൽത്തി റെസിപ്പിയാണ്. ഇത് നമുക്ക് ബ്രേക്ക്ഫാസ്റ്റ് ആയിട്ടോ ലഞ്ചായിട്ടോ ഡിന്നറായിട്ടോ എങ്ങനെ വേണേലും ഉണ്ടാക്കാം. നമുക്ക് ഈ ഒരു റൊട്ടി ഉണ്ടാക്കി കഴിഞ്ഞാൽ ഇതിൻ്റെ കൂടെ പ്രത്യേകിച്ച് വേറെ കറികളൊന്നും വേണ്ട എന്നുള്ളതാണ് ഇതിൻ്റെ ഒരു പ്രത്യേകത. വേറൊന്നുമല്ല, നമ്മൾ ഉണ്ടാക്കിയിരിക്കുന്നത് ഒണിയൻ പൊറോട്ടയാണ്. നല്ല അടിപൊളി രുചിയാണ്. അപ്പോൾ നമുക്ക് ഈ ഒരു ടേസ്റ്റി ആയിട്ടുള്ള ഒണിയൻ പൊറോട്ട എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് നോക്കിയിട്ട് വരാം. ഹെൽത്തി ആയിട്ടുള്ള ഒണിയൻ പൊറോട്ട ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് 2.5 കപ്പ് നമ്മുടെ ഗോതമ്പ് പൊടി ഞാൻ എടുത്ത് വെച്ചിട്ടുണ്ട്. ഇതിലേക്ക് ഇനിയും ആവശ്യമായിട്ടുള്ള ഉപ്പൊന്ന് ഇട്ട് കൊടുക്കുകയാണ്. ഒരു 1/2 ടീസ്പൂൺ ഉപ്പിട്ട് കൊടുക്കുന്നുണ്ട്. അടുത്ത ഇതിലേക്ക് ഞാൻ കുറച്ച് കറുത്ത എള്ള്, കഴുകി ഉണക്കി വെച്ചിരിക്കുന്ന എള്ള് ഇത്രയ്ക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇത് ഓപ്ഷനിലാണ്, വേണമെങ്കിൽ മാത്രം നമുക്ക് ഇട്ട് കൊടുത്താൽ മതി. ഞാൻ ഇതെല്ലാം ഒന്ന് മിക്സ് ചെയ്തതിന് ശേഷം നമുക്ക് സാധാരണ ചപ്പാത്തി കുഴച്ചെടുക്കുന്ന പോലെ കുറേശ്ശെ വെള്ളം ഒഴിച്ച് ഇതൊന്ന് കുഴച്ചെടുക്കാം. കുറച്ച് എണ്ണയും കൂടെ തൂകി ഞാൻ നല്ല സോഫ്റ്റായിട്ട് ഇതുപോലൊന്ന് കുഴച്ച് വെച്ചിട്ടുണ്ട്. ഇതിനി ഇവിടെ ഇരിക്കട്ടെ. ഇനി നമ്മുടെ ഒണിയൻ ഫില്ലിങ് നമുക്ക് ഒന്ന് റെഡിയാക്കാം. ഇപ്പോൾ ഒണിയൻ പൊറോട്ട ആയതുകൊണ്ട് തന്നെ നമുക്ക് മെയിനായിട്ട് വേണ്ട ഇൻഗ്രീഡിയൻറ്റ് ഇതുപോലക്ക് ഉള്ളിയാണ്. ഞാൻ ഒരു 3 സവാള നല്ല തിൻ സ്ലൈസായിട്ട് ഇതുപോലക്ക് അരിഞ്ഞു വെച്ചിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് ആവശ്യത്തിനുള്ള ഉപ്പൊന്നിട്ട് കൊടുക്കണം. ഞാനിപ്പോൾ ഒരു 1/4 ടീസ്പൂണ് ഉപ്പിട്ട് കൊടുക്കുകയാണ്. അടുത്തതിലേക്ക് ഒരു 1/4 ടീസ്പൂണോളം മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കുകയാണ്. അടുത്തതിലേക്ക് എരിവിന് ആവശ്യമായിട്ടുള്ള മുളക് പൊടി, ഞാനിപ്പോൾ കാശ്മീരി ചില്ലിയാണ് ഇട്ട് കൊടുക്കുന്നത്. നിങ്ങൾക്ക് ഇതിന് പകരം കുറച്ച് മുളക് പൊടിയും പിന്നെ വേണമെങ്കിൽ പച്ചമുളക് വേണമെങ്കിൽ യൂസ് ചെയ്യാം. ഇപ്പോൾ പച്ചമുളക് യൂസ് ചെയ്യുന്നില്ല, അതിന് പകരം മുളക് പൊടിയാണ് ഇട്ട് കൊടുക്കുന്നത്. ഒരു 1.5 ടേബിൾ സ്പൂണ് കാശ്മീരി ചില്ലി ഇട്ട് കൊടുക്കുകയാണ്. ഇനി ഇതിലേക്ക് നമുക്ക് ചെറിയ ജീരകം, അതും നിങ്ങൾക്ക് ഇഷ്ടമുണ്ടെങ്കിൽ മാത്രം ഇട്ട് കൊടുക്കുക. ഞാനിപ്പം 1 ടീസ്പൂണോളം ഇട്ട് കൊടുക്കുന്നുണ്ട്. അടുത്ത ഇതിലേക്ക് ഞാൻ കുറച്ച് കസൂരി മെത്തി, അതായത് നമ്മുടെ ഉലുവയില ഉണക്കി പൊടിച്ചത്, അതുകൂടെ കുറച്ച് ചേർക്കുന്നുണ്ട്. ചിലർക്ക് ഇതിൻ്റെ മണം ഒട്ടും ഇഷ്ടമല്ല, പക്ഷെ നല്ല ഗുണമുള്ള സാധനമാണ്. അതുകൊണ്ട് തന്നെ ചെറിയൊരു ഫ്ലേവറിന് വേണ്ടിയിട്ട് ഞാൻ കുറച്ചൊന്ന് ചേർക്കുന്നുണ്ട്. അടുത്തതിലേക്ക് നമുക്ക് കുറച്ച് മല്ലിയിലയോടെ ചേർക്കാം. ഇതിലേക്ക് ഒരു 2 ടേബിൾ സ്പൂണ് നമ്മുടെ കടലമാവ് ഉണ്ടല്ലോ, അതും കൂടെ ഞാൻ ഇതിനകത്തോട്ട് ചേർക്കുകയാണ്. ഇനി ഇതിലേക്ക് ഒരു നാരങ്ങയുടെ നീര്, ഒരു ചെറിയ നാരങ്ങയായിരുന്നു, അതുകൂടെ ഞാൻ ഒഴിച്ചു കൊടുക്കുകയാണ്. ഇതിലേക്ക് കുറച്ച് സൺഫ്ലവർ ഓയിലൂടെ ഒഴിച്ച് കൊടുത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കണം. എല്ലാം കൂടെ ചേർത്ത് ഇതുപോലെ ഇളക്കി വെച്ചിട്ടുണ്ട്. ഇതിന് ഇവിടെ ഇരിക്കട്ടെ. ഇനി നമുക്ക് നമ്മുടെ ഒണിയൻ പൊറോട്ട ഉണ്ടാക്കാൻ തുടങ്ങാം. നമ്മുടെ കുഴച്ച് വെച്ചതിനെ ഞാൻ ഉരുട്ടിയെടുക്കുകയാണ്. സാധാരണ ചപ്പാത്തിയിൽ നിന്ന് ഇത്തിരി ഒന്ന് വലുപ്പമായിട്ട് വേണം ആക്കിയെടുക്കാൻ. പതിനാല് ഉരുളകളായിട്ട് ഞാൻ ഇത് മാറ്റി വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് ഇതുണ്ടാക്കാൻ തുടങ്ങാം. അതിന് തന്നെ ഇതുപോലെ ഉരുള എടുത്തിട്ട് നമുക്കിത് സാധാരണ നമ്മൾ ചപ്പാത്തി പരത്തുന്നത് കൂട്ട് അതൊന്ന് പരത്തിയെടുക്കണം. പക്ഷേ കുറച്ച് കട്ടിയിലായിരിക്കണമെന്ന് മാത്രം. ഇതേപോലെ ഈ 2 എണ്ണം വെച്ച് നമുക്ക് പരത്തിയെടുക്കണം. ഈ ഒരു കട്ടിയിൽ നമുക്ക് ഓരോന്നും ഇതുപോലൊന്ന് പരത്തിയെടുക്കാം. ആദ്യമേ 2 എണ്ണം ഒന്ന് പരത്തിയെടുക്കാം. ഈ പരത്തി വെച്ചതിനകത്തോട്ട് നമ്മുടെ നേരത്തെ ഒണിയൻ മിക്സ് ഉണ്ടല്ലോ, അത് ഇങ്ങോട്ട് ഒന്ന് പരത്തി വെച്ച് കൊടുക്കാം. ഇതുപോലൊന്ന് തിന്നായിട്ടൊന്ന് പരത്തി വെച്ച് കൊടുക്കുക. ഇനി ഇതിൻ്റെ മേലെ നമ്മൾ നേരത്തെ പരത്തി വെച്ചിരിക്കുന്ന ആ ചപ്പാത്തി ഉണ്ടല്ലോ, അതുകൂടെ അങ്ങോട്ട് ഇട്ട് കൊടുക്കാം. തമ്മിലൊന്ന് ഒട്ടിച്ച് കൊടുക്കണം. നമുക്കൊരു കത്തി വെച്ചതാ ഇതുപോലൊന്ന് ആക്കിയെടുക്കാം. ഇനി ഇതിനെ എങ്ങനെ ഒന്ന് റോൾ ചെയ്തെടുക്കണം. ഇതുപോലൊന്ന് റോൾ ചെയ്തെടുക്കണം.
ഇത്തിരി ഒന്ന് സൂക്ഷിച്ച് ഒന്ന് എടുത്ത് വെച്ചാൽ മതി. ഇനി നമുക്ക് ഇത്തിരി കൂടെ ഒന്ന് ഗോതമ്പൊടി ഇട്ടതിന് ശേഷം ഇതിനെ ജസ്റ്റ് ഒന്ന് പരത്തിയെടുക്കുക. ഇങ്ങനെ നമ്മൾ ആക്കുന്നതിൻ്റെ ഉദ്ദേശം എന്ന് പറഞ്ഞാൽ ഒരു എതളെതള മാതിരി കിട്ടാൻ വേണ്ടിയിട്ടാണ്. ഈ ഒരു രീതിയിൽ നമുക്ക് പരത്തിയെടുത്ത് വെച്ചാൽ മതി. അത്യാവശ്യം കട്ടിയുണ്ട് കേട്ടോ. ഇതൊന്ന് വേവാനായിട്ടും സാധാരണ ചപ്പാത്തിയിൽ നിന്ന് കുറച്ചൊന്ന് സമയമെടുക്കും. അപ്പോൾ നമുക്ക് എല്ലാം ഇതുപോലെ ഒന്ന് ആക്കി എടുക്കാം. 14 ബോൾസ് ഇതുപോലെ ആക്കി വെച്ചെങ്കിലും നമുക്കൊരു 7 ഓണിയൻ പൊറോട്ട ഇതുപോലെ ഉണ്ടാക്കാനേ അത് തികയത്തുള്ളൂ. അപ്പോൾ അതനുസരിച്ചിട്ട് വേണം നിങ്ങൾ മാവ് കുഴയ്ക്കാനായിട്ട്. ഞാനിത് ഓരോന്ന് ഇതുപോലൊന്ന് ആക്കിയെടുക്കട്ടെ. അപ്പോൾ 7 ഓണിയൻ പൊറോട്ട എടുത്ത് ഞാനിപ്പോൾ ഇതുപോലെ പരത്തിയെല്ലാം റെഡിയാക്കി വെച്ചിട്ടുണ്ട്. പിന്നെ അതിൻ്റെ കൂട്ടത്തിൽ തന്നെ നമ്മുടെ ആ ഉള്ളി എടുത്ത പാത്രത്തിലുണ്ടല്ലോ, ഞാൻ കുറച്ച് നെയ്യും അതുപോലെ തന്നെ കൊറിയൻഡർ ലീവ്സും പിന്നെ കുറച്ച് എള്ളും കൂടെ ഇതുപോലെ ഒന്ന് മിക്സ് ചെയ്ത് വെച്ചിട്ടുണ്ട്. നമുക്കിത് ചുട്ടെടുക്കുമ്പോൾ ഒന്ന് ജസ്റ്റ് ഒന്ന് അപ്ലൈ ചെയ്ത് കൊടുക്കാനാണ്. അത് ഓപ്ഷനിലാണ്, വേണമെങ്കിൽ നെയ്യോ എണ്ണയോ മാത്രം ഇട്ട് കൊടുത്താലും മതി. ഞാനൊന്ന് ഇത് നമുക്ക് ഇങ്ങനെ ആക്കുമ്പോൾ ഒരു കളർഫുള്ളായിരിക്കുമല്ലോ കാണാനും, അതുപോലെ തന്നെ ഗുണവുമാണല്ലോ, അതുകൊണ്ടാണ് ഞാനിങ്ങനെ ആക്കി വെച്ചത്. ഇനി നമുക്കിത് ഓരോന്നായിട്ട് ചുട്ടെടുക്കാം. അപ്പോൾ ഓണിയൻ പൊറോട്ട ഉണ്ടാക്കാനായിട്ട് ഇതുപോലൊരു ദോശക്കല്ല് ഞാൻ അടുപ്പിലോട്ട് വെച്ചു. ഇനി ഇത് നമുക്ക് ഓരോന്നോരോന്നായിട്ട് ചുട്ടെടുക്കാം. ഒരുപാട് തീ കൂട്ടിയിട്ടത് പിന്നെ ആക്കരുത്. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇച്ചിരി കട്ടിയുണ്ടല്ലോ, അതുകൊണ്ട് തന്നെ ഒരു മീഡിയം ഫ്ലെയിമിലിട്ടിട്ട് ആക്കിയെടുത്ത് വെച്ചാൽ മതി. തിരിച്ചും മറിച്ചും നല്ലതായിട്ടൊന്ന് പൊരിഞ്ഞു വരട്ടെ. രണ്ട് വശവും തിരിച്ചും മറിച്ചും ഇട്ട് ഇതുപോലത്തെ നല്ല മൊരിച്ചിങ്ങനെ എടുക്കണം. നല്ലൊരു മണമാണ് വരുന്നത്. നമുക്കറിയാമല്ലോ ഉള്ളിയുടെ സാധനങ്ങൾ ഇത് എടുക്കുമ്പോൾ നമുക്കൊരു പ്രത്യേക ഒരു മണമാണ് വരുന്നത്. അപ്പോൾ കണ്ടില്ലേ, ഇതുപോലൊക്കെ ആക്കി എടുത്തു കഴിഞ്ഞാൽ കണ്ടല്ലേ ഓണിയൻ പൊറോട്ട റെഡി ആയിട്ടുണ്ട്. ഇനി ബാക്കി ഇതുപോലൊക്കെയാണെന്ന് ആക്കിയെടുക്കട്ടെ. അപ്പോൾ കണ്ടല്ലോ, ഇത്രയേ ഉള്ളൂ. നമ്മുടെ രുചികരമായിട്ടുള്ള ഓണിയൻ പൊറോട്ട ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഈസി ആയിട്ട് തന്നെ ഉണ്ടാക്കിയെടുക്കാം. ഈ ഒരു പൊറോട്ടയ്ക്ക് ഒരു പ്രത്യേകതയുണ്ട്, നമുക്ക് പ്രത്യേകിച്ച് വേറെ കൂട്ടാനൊന്നും വേണ്ട. ഇതിങ്ങനെ തന്നെ കഴിക്കാൻ നല്ല ടേസ്റ്റാണ്. ഇൻ കേസ് ഇനിയിപ്പം ചിലർക്കുണ്ടല്ലോ എന്തെങ്കിലും ഒന്ന് കഴിച്ചേ മതിയാവും എന്നുള്ളവർക്ക് ജസ്റ്റ് ഒരു തൈരും കൂട്ടിയത് നല്ല സുഖമായിട്ട് കഴിക്കാം. അപ്പോൾ എല്ലാവരും ഈ ഒരു ഹെൽത്തി ആയിട്ടുള്ള ഓണിയൻ പൊറോട്ട ഒന്ന് ഉണ്ടാക്കി നോക്കുക, അഭിപ്രായങ്ങൾ അറിയിക്കുക. അപ്പോൾ എപ്പോഴും പറയുന്ന പോലെ തന്നെ എൻ്റെ റെസിപ്പീസ് ഇഷ്ടമുള്ള എല്ലാവരും പ്ലീസ് ലൈക്ക്, ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്. അപ്പോൾ ഇനി ഒരു അടിപൊളി വീഡിയോ ആയിട്ട് വരുന്നവരേക്കും ബൈ.